നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് സെൻട്രൽ ഫോഴ്സ് മോഷനാണ് പറഞ്ഞത്. അതിൽ തന്നെ ആംഗുലർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സെൻട്രൽ ഫോഴ്സ് മോഷന് ഒരു പ്ലെയിനിലാണ് നടക്കുക എന്നുള്ളതും, അതായത് ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ പ്ലെയിൻ, ഒരു പ്ലാനാർ മോഷനാണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. അന്ന് നമ്മൾ പ്ലാനാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് ആർ ആൻഡ് തീറ്റ, 2 ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ മോഷനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ 2 പ്ലാനാർ കോർഡിനേറ്റ്സിൽ ഈ ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ വെലോസിറ്റി, ആക്സിലറേഷൻ, ഇതിനൊക്കെയുള്ള ഇക്വേഷൻസും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ F=ma എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് എഴുതുക. ഇവിടെ നമുക്ക് റേഡിയൽ ആക്സിലറേഷനുണ്ട്, ആംഗുലാർ ആക്സിലറേഷനുണ്ട്. റേഡിയൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് r∬r⁻θ² ആണ്. ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് r⁻θ +2r⁻θ ആണ്. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ടാവും, ഒന്ന് റേഡിയൽ ഫോമിലും മറ്റേത് ആംഗുലാർ ആക്സിലറേഷൻ്റെ ഫോമിലും. അപ്പോൾ നമുക്ക് F=ma എന്ന് പറയുന്നത് പോലെ f(r) = μ×ar എന്ന് എഴുതാം, f(θ) = μ×aθ എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ Fr = μ×r⁻r⁻θ² എന്ന് കിട്ടും. Fθ എന്ന് പറയുന്നത് μ×r⁻θ+2r⁻θ എന്ന് കിട്ടും. But here we know that the central force is a function of r only. Thus we have f(r) is not equal to 0, but here Fθ = 0. There is no component which is dependent on theta. ആംഗുലാർ ഡിപ്പെൻഡൻസി ഉള്ള കമ്പോണൻ്റ് ഇല്ല ഫോഴ്സിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് Fθ എന്ന് പറയുന്നത് 0 ആണ്, Fr മാത്രമേ ഉള്ളൂ. Therefore the equation of motion will be, ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് കിട്ടുക. μ×r⁻r⁻θ² f(r), μ×r⁻θ+2r⁻θ = 0. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ, ഈ 2 ഇക്വേഷൻസ് ആണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയാം. ഇനി നമ്മൾ ഏതൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാലും നമ്മളത് സോൾവ് ചെയ്യാറ് നമുക്ക് കിട്ടിയ ആ ഒരു ഇക്വേഷൻസ് ഓഫ് മോഷൻസ് യൂസ് ചെയ്തിട്ടാണ്. ആ ഒരു ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നിന്നുമാണ് നമ്മൾ അതിൻ്റെ വേരിയബിൾസ് കണ്ടുപിടിക്കുക. ഇവിടെ ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് r കണ്ടുപിടിക്കേണ്ടി വരും, തീറ്റയും കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അത് രണ്ടും കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാമെന്ന് പറയാം. ആ ഒരു പ്രോബ്ലം, സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ നോർമലി നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഇക്വേഷൻസ് ഓഫ് മോഷൻസ് യൂസ് ചെയ്യാതെ ഇവിടെ നമ്മൾ ഒരു സെൻട്രൽ ഫോഴ്സ് മോഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 2 കോൺസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു, കോൺസ്റ്റൻസ് ഓഫ് മോഷൻ. ഒന്ന് ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, കോൺസ്റ്റൻ്റ് ആണ്, ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഹിയർ ദ എനർജി ഈസ് ഓൾസോ കൺസേർവ്ഡ്, എനർജി കൺസർവേഷനുണ്ട്, എനർജിയും ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ എല്ലിൻ്റെയും ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്മോൾ ലെറ്റർ L വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ആ എല്ലിൻ്റെയും ഇയുടെയും എനർജിയുടെയും വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം വിത്തൗട്ട് യൂസിങ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇക്വേഷൻസ് ഓഫ് മോഷൻ യൂസ് ചെയ്യാതെ എല്ലിൻ്റെയും ഇയുടെയും വാല്യൂസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് നമ്മളിപ്പം ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് തന്നെയാണ്, പക്ഷെ അതൊരു ഇൻഡയറക്റ്റ് വേയിലാണ് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ യൂസ് ചെയ്തത്. ഡയറക്റ്റായിട്ട് ഈ 2 ഇക്വേഷൻസും യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാതെ ഈ ഒരു ഇക്വേഷനിൽ നിന്നും കിട്ടുന്ന എനർജി ആൻഡ് ആംഗുലാർ മൊമെൻറ്റം അത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ നമ്മുടെ ആംഗുലാർ മൊമെൻറ്റം നമുക്കറിയാം. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് r×p ആണ്. r×p എന്ന് പറയുമ്പോൾ p mv ആയതുകൊണ്ട് നമുക്ക് r×mv എന്ന് എഴുതാം. ഇപ്പോൾ വെലോസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, വെലോസിറ്റിക്ക് 2 കമ്പോണൻസ് ഉണ്ട്, റേഡിയൽ വെലോസിറ്റി ഉണ്ട്, ആംഗുലാർ വെലോസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ r×mv ചെയ്യുന്ന സമയത്ത് r×mv × vθയും വരും. അതിൽ vr എന്ന് പറയുന്നത് ഈസ് എലോങ് റേഡിയൽ വെക്റ്റർ, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് r⁻ തന്നെയാണ്, vθൻ്റെ ഡയറക്ഷൻ θ⁻ആണ്. അപ്പോൾ നമ്മളിവിടെ r×mv കാണുന്ന സമയത്ത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് r×vr ആയിരിക്കും, രണ്ടാമത്തെ ടേം r×vθ ആയിരിക്കും. അപ്പോൾ
ആർ ക്രോസ് വി ആർ എന്ന് പറയുന്നത് 0 ആയിരിക്കും, ബിക്കോസ് രണ്ടിൻ്റെ ഡയറക്ഷൻ ആർ ക്യാപ്പാണ്. അപ്പോൾ ആർ ക്യാപ്പ് ക്രോസ് ആർ ക്യാപ്പ് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ആർ ക്യാപ്പ് ക്രോസ് തീറ്റ ക്യാപ്പ് ഉണ്ടാവും, വി തീറ്റൻ്റെ തീറ്റ ക്യാപ്പ് ഉണ്ടാവും. അത് ചെയ്യുന്ന സമയത്ത് റേഡിയൽ വെക്ടറും അതുപോലെ തന്നെ ആംഗുലാർ തീറ്റ ക്യാപ്പും ആർ ക്യാപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾഡാണ്, അതായത് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ സൈൻ 90 1 ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു കമ്പണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ആംഗുലാർ മൊമെൻറ്റം കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ടേം മ്യൂ ഇൻറ്റു ആർ ക്രോസ് വി ആർ അത് 0 ആയിട്ട് മാറും. മ്യൂ ഇൻറ്റു ആർ ക്രോസ് വി തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. ആറിൻ്റെയും വി തീറ്റിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇത് 1 ആയിട്ട് മാറും. അപ്പോൾ ആർ വി തീറ്റ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മ്യൂ ആർ വി തീറ്റ ആയിരിക്കും. ബട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് വി തീറ്റ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് ആർ ഇൻറ്റു തീറ്റ ഡോട്ട്. അത് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എൽ എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു വി തീറ്റ ആർ എന്ന് കിട്ടും. വി തീറ്റ എന്ന് പറയുന്നത് ആർ തീറ്റ ഡോട്ടാണ്. അപ്പോൾ നമുക്ക് മ്യൂ ആർ വി തീറ്റയ്ക്ക് പകരം മ്യൂ ആർ ഇൻറ്റു ആർ തീറ്റ ഡോട്ട് മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് കിട്ടും. ആൻഡ് ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ആംഗുലാർ മൊമെൻറ്റം. നമുക്ക് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണെന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷൻ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് ഏത് ഇക്വേഷൻ തന്നെയാണ്? നമ്മളിവിടെ കണ്ടിട്ടുള്ള രണ്ടാമത്തെ ആംഗുലാർ ഇക്വേഷൻസ് ഓഫ് മോഷൻ, ആംഗുലാറിൻ്റെ ടേംസിലുള്ള ഫോഴ്സിൻ്റെ ടേംസിലുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് പ്ലസ് മ്യൂ ഇൻറ്റു 2r ആർ ഡോട്ട് തീറ്റ ഡോട്ട് വരും. ഇതിലുള്ള ഈ ഒരു ഇതിനെ നമുക്ക് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡി ബൈ ഡി ടി ഓഫ് മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. ഇത് ഡി ബൈ ഡി ടി ഓഫ് മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മ്യൂ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആർ സ്ക്വയർ ഉണ്ടാകും, പിന്നെ ഡി ബൈ ഡി ടി ഓഫ് തീറ്റ ഡോട്ട്, അതാണ് തീറ്റ ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത്, അതാണ് ഈ ഒരു ടേം മ്യൂ ഇൻറ്റു ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് അവിടെ ആർ ഇൻറ്റു ആർ ഡോട്ട് തീറ്റ ഡോട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തീറ്റ ഡോട്ട് നമ്മളവിടെ വെച്ചിട്ട് വി ഹാവ് ടു ഫൈൻഡ് ഏത് കാണേണ്ടി വരും? ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കാണേണ്ടി വരും. തീറ്റ ഡോട്ട് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആർ സ്ക്വയർ ആണ് വരിക. നിങ്ങളത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഡി ബൈ ഡി ടി ഓഫ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തീറ്റ ഡോട്ട് ഇൻറ്റു 2r വരും ആർ സ്ക്വയറിൻ്റെത് ആൻഡ് ആർ ഡോട്ട് വരും. അതാണ് ഈ ടേം മ്യൂ ഇൻറ്റു 2r ഇൻറ്റു ആർ ഡോട്ട് ഇൻറ്റു തീറ്റ ഡോട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിഫറൻഷ്യേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ടിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് വിൽ ബി ദിസ് ഇക്വേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇപ്പോൾ പറഞ്ഞ ഈ മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് വി നോ ദാറ്റ് ഇറ്റ് ഈസ് ദ ആംഗുലാർ മൊമെൻറ്റം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ആംഗുലാർ മൊമെൻറ്റം. ഡി ബൈ ഡി ടി ഓഫ് മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് 0 ആണെന്നുണ്ടെങ്കിൽ മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇനി അതല്ലാതെ തന്നെ നമുക്കതൊരു ആംഗുലാർ മൊമെൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? മ്യൂ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഐ. തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഐ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആംഗുലാർ മൊമെൻറ്റം. നമുക്കിവിടെ എന്ത് കിട്ടി? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ എൽ ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളത് കിട്ടി. അടുത്തത് എനർജി കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. ഈ ഒരു സെൻട്രൽ ഫോഴ്സ് മോഷൻ്റെ എനർജി കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യാം? എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്, അതായത് മൈനസ് ഡെൽ യു ആണ്. അപ്പോൾ നമുക്കതിനെ എഫിനെ നമുക്ക് മ്യൂ ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. മ്യൂ ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് മൈനസ് ഡെൽ യു എന്ന് വരും. ആൻഡ് മ്യൂ ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് ഡെൽ യു ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിൽ നമുക്ക് വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. ഈ ഒരു ഫസ്റ്റ് ടേമിൽ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് ഹാഫ് എം വി സ്ക്വയർ ചെയ്യാം. ഡി ബൈ ഡി ടി ഓഫ് ഹാഫ് എം വി സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഹാഫ് ഇൻറ്റു എം വി ഇൻറ്റു വി സ്ക്വയറിൻ്റെത് 2v ഡി വി ആണ് വരിക. 2v ഡി വി ബൈ ഡി ടി വരും. 2ഉം 2ഉം ക്യാൻസൽ ആവുന്ന സമയത്ത് മ്യൂ ഇൻറ്റു എം ഇൻറ്റു വി ഇൻറ്റു ഡി വി ബൈ ഡി ടി, മ്യൂ ഇൻറ്റു വി ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷന് ഡി ബൈ ഡി ടി ഓഫ് ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ ഡെൽ യു എന്ന് പറയുന്നത് ഡി യു ബൈ ഡി ആർ ആണ്. വി എന്ന് പറയുന്നത് ഡി ആർ ബൈ ഡി ടി ആണ്. ഇതിൽ ഡി ആറും ക്യാൻസൽ ആകുമ്പോൾ അത് ഡി യു ബൈ ഡി ടി ആയിട്ട് മാറും. രണ്ട് ടേമിലും ഡി ബൈ ഡി ടി ഉണ്ട്. കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ഹാഫ് മ്യൂ വി സ്ക്വയർ പ്ലസ് യു ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആൻഡ് വി ഹാവ്
half mu v square plus u is equal to a constant, and here half mu v square is kinetic energy and u is the potential energy. Thus the total energy is constant, it is conserved. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ജസ്റ്റ് ആ ഒരു സെൻട്രൽ ഫോഴ്സ് മോഷൻ്റെ ആംഗുലാർ മൊമെൻറ്റും അതുപോലെ തന്നെ എനർജിയും കൺസേർവ്ഡ് ആണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട്, അതായത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ഇക്വേഷൻസ് എഴുതിയെന്നേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ സിലബസിലേക്ക് നമ്മൾ വരുന്നത്. ഇവിടെ നമുക്ക് വി ഹാവ് ടു സോൾവ് ദ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലംസ്. ഇപ്പോൾ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലംസ് നോർമലി ഫിസിക്സ് പ്രോബ്ലംസ് യൂസ് ചെയ്യാൻ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എഴുതിയിട്ട് അത് സോൾവ് ചെയ്തിട്ടാണ് ചെയ്യാമെന്ന് പറഞ്ഞു. ബട്ട് ഹിയർ വി ആർ യൂസിങ് ദ ഇക്വേഷൻസ് ഫോർ എൽ ആൻഡ് ഇ. ഇയുടെയും എല്ലിൻ്റെയും ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് വി ആർ സോൾവിങ് ദീസ് പ്രോബ്ലംസ് വിത്തൗട്ട് യൂസിങ് ദ ഇക്വേഷൻസ് ഓഫ് മോഷൻസ്. ഇപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു എൽ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ആംഗുലാർ മൊമെൻറ്റം ഈസ് mu r square theta dot, and we have the energy, total energy is equal to kinetic energy plus potential energy, that is half mu v square plus u of r. ഇനി നമുക്കിവിടെ we know that v is equal to vr plus v theta, or we have r dot square പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ വരും. വി സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ വരും. നമുക്ക് ഹാഫ് ഇൻറ്റു മ്യൂ ഇൻറ്റു ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് യു ഓഫ് ആർ എന്ന് വരും. നമ്മൾ നേരത്തെ ഓൾറെഡി വി കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് സ്ക്വയർ ചെയ്താലും മതി. ഇനി നമ്മുടെ ഇക്വേഷനിൽ ഈ യു ഓഫ് ആർ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചതാണ്, പൊട്ടൻഷ്യൽ. ആ ഒരു പൊട്ടൻഷ്യലിനെ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? യു ഓഫ് ആർ മൈനസ് യു ഓഫ് ആർ എ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ആർ എ ടു ആർ എഫ് ഓഫ് ആർ ഡി ആർ. ആർ എ എന്ന് പറഞ്ഞ പൊസിഷനിൽ ആറിലേക്കാണ് നമ്മൾ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ്. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്കിവിടെ കിട്ടിയ ഈ ഒരു ഇക്വേഷനിൽ നമുക്കിവിടെ തീറ്റ ഡോട്ട് ഉണ്ട്. ആ ഒരു തീറ്റ ഡോട്ടിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് എൽ ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ മ്യൂ ആർ സ്ക്വയർ എന്ന് എഴുതാം. തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ മ്യൂ ആർ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ തീറ്റ ഡോട്ട് സ്ക്വയറിന് പകരം നമുക്ക് എൽ ബൈ മ്യൂ ആർ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇക്വേഷൻ കിട്ടി. തീറ്റ ഡോട്ട് സ്ക്വയറിന് പകരം എൽ ബൈ മ്യൂ ആർ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഓൾറെഡി ഒരു മ്യൂ ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ മ്യൂ ആർ സ്ക്വയർ ഓൾ സ്ക്വയർ ഉണ്ട്. അതായത് രണ്ട് മ്യൂ ആർ സ്ക്വയറിൽ നിന്ന് ഒന്ന് ക്യാൻസലാകും, അവിടെ ബാക്കി ഒരു മ്യൂ ആർ സ്ക്വയർ ഉണ്ടാവും. ആൻഡ് ദസ് ദ ഇക്വേഷൻ വിൽ ബിക്കം ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ ഹാഫ് എൽ സ്ക്വയർ മ്യൂ ആർ സ്ക്വയർ പ്ലസ് യു ഓഫ് ആർ ആയിട്ട് മാറും. ഈ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ ഈ ഒരു ടേമിനെ നമുക്ക് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് യു എഫക്റ്റീവ് ഓഫ് ആർ. അതായത് ഇ ഈസ് ഈക്വൽ ടു ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് യു എഫക്റ്റീവ് ഓഫ് ആർ. ദിസ് ടേം ഈസ് കോൾഡ് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് സം അതർ ടേംസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പൊട്ടൻഷ്യൽ എനർജിയുടെ കൂടെ ഏതോ ഒരു ടേമും കൂടെ ആഡ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറയുക. ആൻഡ് ദിസ് ടേം ഈസ് എൽ സ്ക്വയർ ബൈ മ്യൂ ആർ സ്ക്വയർ, എൽ സ്ക്വയർ ബൈ ടു മ്യൂ ആർ സ്ക്വയർ. എൽ സ്ക്വയർ ബൈ ടു മ്യൂ ആർ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ടേം നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. എൽ സ്ക്വയർ ബൈ ടു മ്യൂ ആർ സ്ക്വയർ, ആ ഒരു ടേമിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഈ ഒരു ടേം യു ഓഫ് ആറിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എനർജിയുടെ ഇക്വേഷന് ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് യു എഫക്റ്റീവ് ഓഫ് ആർ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരേ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. അതായത് ദിസ് ഇക്വേഷൻ ഹാസ് നോ ആംഗുലാർ ഡിപ്പെൻഡൻസ്. ഇതിൽ നമുക്ക് റേഡിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷന് ആംഗുലാർ ഡിപ്പെൻഡൻസ് ഇല്ല. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കണ്ട ഇക്വേഷൻസിൽ നമുക്ക് ആറും തീറ്റ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ അത് സോൾവ് ചെയ്യാൻ കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്തിലേക്ക് മാത്രമാക്കി മാറ്റി എഴുതി? നമ്മൾ ഈ ഒരു ഇക്വേഷനെ ആറിൽ ഡിപ്പെൻഡൻസ് ഉള്ള ഒരു ഇക്വേഷനാക്കിയിട്ട് മാറ്റി എഴുതി. അതിൽ നമുക്ക് യു എഫ് ആറിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ടേമും കൂടെ വരുന്നുണ്ട്. ആ സം ഓഫ് ദാറ്റ് ടു ടേംസ്, പൊട്ടൻഷ്യലും നമ്മൾ നേരത്തെ പറഞ്ഞ പൊട്ടൻഷ്യലും പിന്നെ ഒരു സെൻട്രിഫ്യൂഗൽ
പൊട്ടൻഷ്യലും കൂടെ ഉണ്ട്. അതിന് രണ്ടിൻ്റെയും സമ്മിനെ നമുക്ക് പൊട്ടൻഷ്യൽ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആർ ഡോട്ട് മാത്രം കാണണം. അപ്പോൾ ആ ഒരു ആർ ഡോട്ട് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും? ആർ ഡോട്ട് എന്ന് നമുക്കറിയാം ഈസ് ഈക്വൽ ടു ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് യു എഫക്റ്റീവ് ആർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതിങ്ങോട്ട് പോയാൽ ഇ മൈനസ് യു എഫക്റ്റീവ് എന്ന് കിട്ടും. ആർ ഡോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു മ്യൂ ബൈ 2 ഇവിടെ വരുമ്പോൾ 2/μ ആവും. 2/μ ഇൻറ്റു ഇ മൈനസ് യു എഫക്റ്റീവ് വരും. ആൻഡ് ആർ ഡോട്ട് ഇസ് ഈക്വൽ ടു റൂട്ട് 2/μ ഇ മൈനസ് യു എഫക്റ്റീവ് എന്ന് കിട്ടും. ആർ ഡോട്ട് എന്ന് പറയുന്നത് dr/dt ആണ്. dr/dt ഇസ് ഈക്വൽ ടു ഇങ്ങനെ വരും. ഇതിന് നമുക്ക് dt ഇസ് ഈക്വൽ ടു dr/√2/μ ഇ മൈനസ് യു എഫക്റ്റീവ് എന്ന് എഴുതാം. അല്ലെങ്കിൽ dr ഇസ് ഈക്വൽ ടു √2/μ ഇ മൈനസ് യു എഫക്റ്റീവ് ഇൻറ്റു dt എന്ന് എഴുതാം. അവിടെ ഡി ടി ഉണ്ട്, അതാണ് ഡി ടി എന്ന് എഴുതാം. നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? ഹിയർ ആർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. നമുക്കിവിടെ ആർ നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആർ വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് ടി. ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആർ കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. ആർ നമുക്ക് ടിയുടെ ഒരു ഫംഗ്ഷനായിട്ട് കിട്ടും. ഇനി അതുപോലെ തന്നെ വി ഹാവ് ടു ഫൈൻഡ് തീറ്റ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി. തീറ്റനെ നമുക്ക് ഒരു ടിയുടെ ഫംഗ്ഷനായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ തന്നെ എടുക്കുക. മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് എല്ലാണ്. തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് എൽ മ്യൂ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത് എൽ ബൈ മ്യൂ ആർ സ്ക്വയർ വരും. ഓർ ഡി തീറ്റ ഈസ് ഈക്വൽ ടു എൽ മ്യൂ ആർ സ്ക്വയർ ഡി ടി. ഈ ഒരു ഇക്വേഷനും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് തീറ്റ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി. നമുക്ക് എന്ത് കിട്ടും? തീറ്റ കിട്ടും. തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് ടി. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് ടിയുടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഇനി നമുക്ക് വേണ്ട ആർ ആസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ വേണം എന്ന് വിചാരിക്കാം. ആർ ആസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യണം? ഡി തീറ്റ ബൈ ഡി ആർ സോൾവ് ചെയ്യണം. ആർ ആസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ അല്ലെങ്കിൽ തീറ്റ ആസ് എ ഫംഗ്ഷൻ ഓഫ് ആർ എങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കാണണം? ഡി തീറ്റ ബൈ ഡി ആർ കാണണം. ഇവിടെ നമുക്ക് ഓൾറെഡി ഡി തീറ്റ ഉണ്ട്, ഇവിടെ നമുക്ക് ഡി ആർ ഉണ്ട്. ഡി തീറ്റ ബൈ ഡി ആർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ എൽ ബൈ മ്യൂ ആർ സ്ക്വയർ ബൈ √2/μ ഇ മൈനസ് യു എഫക്റ്റീവ് വരും. ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനും വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ആർ ആസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ കിട്ടും. നമ്മളിവിടെ 3 ഇക്വേഷൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ കിട്ടി. അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് ആർ എ ടു ആർ ഡി ആർ ബൈ ഇത് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഡി ടി ആണ്, അല്ലെങ്കിൽ ടി മൈനസ് ടി സീറോ എന്ന് എഴുതാം. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആർ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി കിട്ടും. അതുപോലെ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീറ്റ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം കിട്ടും. ഇനി ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആർ ആസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ കിട്ടും. അപ്പോൾ നമുക്ക് ആറ് കിട്ടി, തീറ്റ കിട്ടി. ആറ് തീറ്റയുടെ ഫംഗ്ഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആറും തീറ്റയും കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തത് ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്തത് എല്ലും ഇയും ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെയും എനർജിയുടെയും ഇക്വേഷൻസ് എടുത്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തത്. പക്ഷേ ഈ ഒരു ഇക്വേഷൻസ് നമുക്കറിയാം, നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്ത ഇക്വേഷൻസ് ഓഫ് മോഷൻ തന്നെയാണ് കിട്ടിയത്. ഇതൊരു ഇൻഡയറക്റ്റ് വേയിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ കൺസിഡർ ചെയ്ത എനർജിയുടെ ഇക്വേഷൻ നോക്കുകയാണെങ്കിലും ആ ഒരു എനർജിയുടെ ഇക്വേഷൻ്റെ ടൈം ഡെറിവേറ്റീവ് കണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് റേഡിയൽ ഫോമിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷനിലേക്കായിരിക്കും അത് എത്തുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഡയറക്റ്റായിട്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് യൂസ് ചെയ്തിട്ടില്ല. അത് യൂസ് ചെയ്യാതെ ഒരു ഇൻഡയറക്റ്റ് വേയിൽ എല്ലും ഇയും യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു മെത്തേഡിൽ നമ്മളിപ്പോൾ ചെയ്തത്.